ചേട്ടാ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. പോരാട്ടോ. എടാ, ഇത് ആവശ്യമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പേടിയായിട്ടും പാടില്ല. നീ എന്തിനു പേടിക്കണേ? നീ കാരണോ ഞാനിതിനിറങ്ങിയത്. എടാ, ഈ നിതയുടെ വീട് എവിടെ നിനക്കറിയോ? നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്തുള്ള പരിചയം എനിക്കുള്ളൂ. ഇവിടെ വരാനാ പറഞ്ഞേ. നീ ആ പെണ്ണിനെ ഒന്ന് ഫോണിൽ വിളിച്ചേ. ഒരു മിനിറ്റ്. എടാ, ശരിക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കേ, വേണോ വേണ്ടേന്ന്. എടാ, വല്ലോൻ്റെ ഭാര്യയല്ലേ അത്. എടാ, അയാൾക്കത് സഹിക്കോടാ. നീ എന്തോപ്പം ഇങ്ങനെയൊക്കെ പറയണേ? എടാ, നിതയുടെ ഭർത്താവ് അവളെ ഭയങ്കര ഉപദ്രവാന്നേ. അത് നിനക്കെങ്ങനെ അറിയാൻ? അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണിക്കും പോവില്ല. ഹലോ, നീ പറഞ്ഞ വഴിയിൽ ഞങ്ങൾ വന്നിട്ടുണ്ട്. വേഗം വാ. ദേ, ഒരു കാര്യം ഞാൻ പറയാട്ടാ. സാധാരണ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് ഏത് പെണ്ണ് ഏത് ചെക്കൻ്റെ കൂടെ പോയിട്ടുണ്ടോ, പെണ്ണുങ്ങളെല്ലാം വഴിയാതര അവസാനം. അതുപോലെ അവരത് ഇതും. നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോടാ വിചാരിച്ചേക്കണേ? അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതെ അതെ, ഒന്നുണ്ട്. നിങ്ങളെന്താണ് ഇത്ര വൈകിയത്? നിങ്ങളെ കാണാണ്ടായിപ്പോ ഊണ് കഴിക്കാനിരുന്ന്. അപ്പോഴേക്കാണ് കോള് വന്നത്. പിന്നെ ഊണ് കഴിച്ചില്ല. ഇത് ചോറെടുത്ത് ബാഗിലോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ കഴിക്കാൻ വേഗം വാ. ചേട്ടാ, ചേട്ടനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ കൂടെ വന്നത്. എന്നെ വിശ്വസിച്ചിട്ടാ? എന്റെ കൂടെ അല്ല, ഇവന്റെ കൂടെ അല്ലേ പോകേണ്ടത്? കുമാറിന്റെ കൂടെ. കുമാറായിട്ട് കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ വെച്ച് വഴക്കുണ്ടാക്കിയതല്ലേ? അയ്യോ, ആ വഴക്ക് മാറാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നോട് വന്ന് ഓഫീസിൽ കുറെ നേരം സംസാരിച്ചത്. ചേട്ടൻ വന്ന് എന്നോട് സംസാരിച്ചപ്പോ എന്റെ വിചാരം ചേട്ടൻ എന്നോട് ഇഷ്ടമാണെന്നല്ലേ? അയ്യോ, എനിക്കല്ല ഇഷ്ടം, ഇവന്റെ കൂടെ നീ പോവേണ്ടത്. ഇനി ഇത് എന്തൊക്കെയാ പറയണേ? എന്ന് വാ പോകാം. അയ്യോ, എന്റെ ഹസ്ബൻഡ്. നീ എന്താ ഇവിടെ? ചേട്ടാ, ചേട്ടനെ ഞാൻ എത്ര നേരം ഫോണിൽ വിളിക്കണത്? ഭക്ഷണം കഴിക്കണ്ടേ? ഊണും കഴിക്കില്ല നേരത്തിനും കാലത്തിനും. വാ, നമുക്ക് കഴിക്കാം. ഞാൻ ചോറ് കൊണ്ടുവന്നുണ്ട്. ഊണ് കഴിക്കാം. വാ ചേട്ടാ, നമുക്കിനി വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. ശരിയാ. സുധീഷെ, കുഴപ്പാവൂ. എന്റെ പേര് വിളിക്കലടാ മാറി.